ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടിയും കുറ്റിയാടി ചന്തയ്ക്ക് പോയൊരു കഥയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ വന്ന ഞാനാണ് എന്നെ അമ്മ കുത്തിപ്പൊക്കി കൊണ്ടുപോകാമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാലൊക്കെ മൊത്തത്തിൽ ഡാമേജ് ആയിട്ട് കുത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ വീട്ടിൽ നിന്ന് ഒരു 12:30 ആയിട്ടുണ്ടാവും ഞാൻ എണീക്കുമ്പോൾ. ആ സമയത്ത് തന്നെ ചോറും ചായയൊക്കെ ഒരുമിച്ച് കുടിച്ചിട്ടാണ് ഈ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഓട്ടോറിക്ഷ കയറി നടുവണ്ണൂരോളം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ കുറ്റ്യാടി ബസ് കയറി പേരാമ്പ്ര വരെ നിന്നിട്ടാണ് വന്നിട്ടുള്ളത്. പേരാമ്പ്ര എത്തിയപ്പോൾ എനിക്ക് സീറ്റൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ബസ് ഇറങ്ങി പിന്നെ നേരെ താഴോട്ടേക്ക് നടക്കുകയാണ്. നീ നടക്കുമ്പോഴൊക്കെ എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ അറിയാതിരിക്കും ഞാൻ മാസ്ക് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം കാല് നല്ല പെയിൻ ഉണ്ടായിരുന്നു. കാരണം ഈ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് പിന്നെ ആ ചന്തയിലേക്ക് പോകാൻ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. ആ വേദന സഹിച്ച് പിടിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ കുറ്റ്യാടി ചന്തയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറ്റ്യാടി ചന്തയിൽ വന്ന ചന്ത കാണാനല്ലതാ, ഈ ഒരു മുതലിനെ കാണാനാണ്. വീട്ടിൽ നിന്ന് പോയിട്ടിപ്പം കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ തപ്പി ഇറങ്ങിയതാണെന്ന് വേണേൽ പറയും. ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആരാ എന്താണെന്നൊന്നും ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല. പിന്നെ അവനെ കണ്ടതിന് ശേഷം ഞങ്ങൾ വെറുതെ അതിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ ഏതെടുത്താലും 10 ഏതെടുത്താലും 30 എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ കയറി. പിന്നെ 4:30 ആകുമ്പോഴത്തേക്ക് കാർണിവലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. 7 ദിവസമാണ് അവിടെ ചന്ത സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ 7ാമത്തെ ദിവസമാണ് പോയിട്ടുള്ളത്. ഏകദേശം എല്ലാ സാധനവും അവിടെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് അമ്മ ഒരു കസിൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു മറ്റേ ബജ്ജി അത് തന്നെ കോളിഫ്ലവറൊക്കെ വിൽക്കുന്നൊരു കടയിൽ അമ്മേൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചീനെയും കൂടിയും കണ്ട് അവരോട് ഒരു കോളിഫ്ലവർ പൊരിച്ചതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. ഇതുപോലത്തെ ചെറിയ കുഞ്ഞു എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയൊരു ചാനലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗായ്സ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ.